ഈശോ മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആരാധനോത്സവത്തിലെ ഏലിയ ശ്ലീവ മൂശക്കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഏലിയ ശ്ലീവ മൂശക്കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയം കുരിശിൻ്റെ മഹത്വവും ഈശോയുടെ രണ്ടാമത്തെ ആഗമനവുമാണല്ലോ. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ് ഏലിയ ശ്ലീവ മൂശക്കാലത്തിൻ്റെ പ്രധാനപ്പെട്ട തിരുനാൾ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തിരുനാളാണ് നമ്മൾ ഈ ഞായറാഴ്ച ആചരിക്കുന്നത്. കുരിശിൻ്റെ മഹത്വത്തെപ്പറ്റി, കുരിശിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, ശ്ലീവായുടെ പ്രാധാന്യത്തെപ്പറ്റിയെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വായനകളാണ് ഈ ഞായറാഴ്ചത്തെ വായനയ്ക്ക് വേണ്ടി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത്. കുരിശിൻ്റെ മഹത്വത്തെപ്പറ്റിയുള്ള പൗലോസ്ലീഹായുടെ പ്രബോധനമാണ് ഇന്നത്തെ ലേഖന ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്ര. ദൈവത്തിൻ്റെ ശക്തി, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയായിട്ട് വർത്തിക്കുന്നത് കുരിശാണ്, ശ്ലീവായാണെന്ന സന്ദേശമാണ് അതിലൂടെ പൗലോസ്ലീഹ നമുക്ക് നൽകുന്നത്. ഈ ശ്ലീവായുടെ അല്ലെങ്കിൽ കുരിശിൻ്റെ പഴയ നിയമ അടയാളം ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്നാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന, സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. മരുഭൂമിയിലൂടെയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര, ആ യാത്രാമധ്യേ ദൈവത്തിന് മോശയ്ക്കുമെതിരെ പിറുപിറുക്കുന്ന ഇസ്രായേൽ ജനം. അപ്പോൾ ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കുകയാണ്. ആഗ്നേയ സർപ്പങ്ങളെ അയച്ചുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുകയാണ്. ഈ ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റവർ മരിച്ചു വീഴുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനം മോശയോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും. അപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് മോശ ഒരു സർപ്പത്തെ, ഒരു പിച്ചള സർപ്പത്തെ വടിയിൽ ഉയർത്തി നിർത്തുകയാണ്. ദൈവം പറയുകയാണ്, ഈ പിച്ചള സർപ്പത്തെ വടിയിൽ ഉയർത്തി നിർത്തി ഈ പിച്ചള സർപ്പത്തെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും, അവർ ജീവിക്കും. പഴയ നിയമത്തിൻ്റെ ഈ സൂചന, അതായത് പിച്ചള സർപ്പത്തെ നോക്കുന്നവർ ജീവിക്കുമെന്നുള്ള ആ ചിന്ത, അത് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ശ്ലീവായിൽ ഉയർത്തപ്പെടുന്ന മിശിഹായിലേക്കാണ് അത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമോസുമായിട്ടുള്ള സംഭാഷണത്തിന് അവസാന ഭാഗത്ത് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി ആ സർപ്പത്തെ നോക്കിയവർ ജീവിച്ചതുപോലെ കുരിശിൽ ഉയർത്തപ്പെട്ട മിശിഹായിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും, അവർ ജീവൻ പ്രാപിക്കും എന്നുള്ള കാര്യമാണ് ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് ഈ ശ്ലീവായുടെ സൂചന മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തിൽ കാണാൻ സാധിക്കും. അതിൻ്റെ എല്ലാം പൂർത്തീകരണമായിട്ടാണ് ഈശോ കുരിശിൽ ഉയർത്തപ്പെടുന്നതും നമുക്ക് രക്ഷ, ജീവൻ പ്രദാനം ചെയ്യുന്നതും. ഇനി കുരിശിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നത്തെ സുവിശേഷം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കുരിശിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ജെറുസലേമിൽ നിന്നും എമ്മാവുസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരുടെ കഥയാണല്ലോ, സംഭവമാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. കുരിശിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ നിരാശരായി അവർ പോവുകയാണ്. ഈശോയെപ്പറ്റി വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നവർ ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശരായി പരസ്പരം കലഹിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ സമൂഹത്തിൽ നിന്നും ദൂരേക്ക് തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെയാണ് അവിടെ വരച്ച് കാണിക്കുന്നത്. എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ. ഈശോ കുരിശിൽ മരിച്ചതുകൊണ്ട് തങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശരായി പോകുന്ന അവരുടെ കൂടെ ഈശോ നടക്കുകയാണ്. ഈശോ അവരുടെ കൂടെ ആയിരുന്നിട്ടും
ഈശോയെ തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ വരികയാണ്. അവരുടെ കണ്ണുകൾ അന്ധമാക്കപ്പെടുകയാണ്. ബാഹ്യമായ കണ്ണുകൾ തുറന്നിരിക്കുന്നതെങ്കിലും അവർക്ക് അവരുടെ ഹൃദയങ്ങൾ തുറന്ന് തങ്ങളുടെ കൂടെ ആയിരിക്കുന്നവൻ ഈശോയാണ് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കാതെ പോവുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാതെ പോയത്? കുരിശിൽ മരിച്ചവൻ ഉയർക്കുമെന്നുള്ള ചിന്ത, ആ ഒരു പ്രത്യാശ അവർക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണ്. ഉത്ഥിതനായ ഈശോയെ വിശ്വസിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. അവർക്ക് മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈശോ തന്നെ പലതവണ തൻ്റെ പരസ്യ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുരിശിൽ മരിക്കുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ഈശോ അവരുടെ കൂടെ നടക്കുകയാണ്, അവരോട് കാര്യങ്ങൾ തിരക്കുകയാണ്. എന്തിനെപ്പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ പറയുകയാണ് ഈശോയെപ്പറ്റി. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, വലിയ പ്രവാചകനായിരുന്നു, ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ വാക്കുകളിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. എങ്കിലും അവനെ യഹൂദ പ്രമാണികൾ കുരിശിത്തറിച്ചു. അതോടെ ഞങ്ങളുടെ പ്രതീക്ഷ അറ്റുപോയി എന്ന് ഈശോയോട് അവർ പറയുകയാണ്. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ് ഈശോ അവരെ വിളിക്കുന്നത്. ഈശോ അവരോട് പറയുകയാണ്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? കുരിശിലൂടെ ഈശോ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമെന്ന്, ഈശോ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, കുരിശിലൂടെയാണ് അവിടുന്ന് മനുഷ്യരെ സാധിക്കുന്നതെന്ന് താൻ തന്നെ പറഞ്ഞതും പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതുമെല്ലാം വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയതിനെ ഓർത്ത് ഈശോ അവരെ കുറ്റപ്പെടുത്തുകയാണ്. അവരുടെ ഹൃദയകാഠിന്യം അല്ലെങ്കിൽ വിശ്വാസരാഹിത്യം, പ്രത്യാശയില്ലായ്മ, അതാണ് അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കാതെ പോയത്. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ രഹസ്യം തിരിച്ചറിയാൻ കഴിയാതെ പോയതും തങ്ങളുടെ കൂടെ നടക്കുന്നവൻ ഈശോയോടും തിരിച്ചറിയാൻ സാധിക്കാതെ പോയതും അവരുടെ വിശ്വാസക്കുറവും പ്രത്യാശയില്ലായ്മ മൂലമാണ്. അല്ലെങ്കിൽ അവർക്ക് ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഈശോ അവർക്ക് പഴയ നിയമം മുഴുവൻ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. മോശ തുടങ്ങി പ്രവാചകന്മാർ ഈശോയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്, അവിടുന്ന് കുരിശിലൂടെ മനുഷ്യരക്ഷ സാധിക്കുമെന്നുള്ള കാര്യം മുൻകൂട്ടി പറഞ്ഞത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പിന്നീട് ഈശോയെ അപ്പം മുറിക്കുമ്പോൾ അവർ തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈശോ നമ്മോട് സംസാരിച്ചപ്പോൾ, വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അതായത് ഈശോ അവർക്ക് തിരികെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ, അതിൻ്റെ ഉള്ളറകൾ തുറന്നു കൊടുത്തപ്പോൾ, അവരോട് സംസാരിച്ചപ്പോൾ, കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിക്കുകയാണ്. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയാണ് യഥാർത്ഥത്തിൽ ഈശോയെ അനുഭവിക്കാനായിട്ടുള്ള അവസരം. ഈശോ വചനത്തിലൂടെയും അപ്പം മുറിക്കലിലൂടെയും ഇന്നും നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുന്നുണ്ട്. നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ അവിടുന്ന് നമ്മോടൊപ്പം വസിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ഈ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ, സകലത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ നിരാശരായി പലപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ വചനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും നമ്മോട് സംസാരിക്കുകയും നമ്മോടൊപ്പം ആയിരിക്കുകയും നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഉചിതനായ ഈശോയെ തിരിച്ചറിയാനും അവിടുത്തെ വചനം ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കണമെന്നത് സുവിശേഷവും നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ പരിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് സ്ലോസായിൽ ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഗ്രഹിച്ചുകൊണ്ട് ഈ ശ്ലീവായുടെ തിരുനാൾ ആചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കർത്താവായ ദൈവമേ, വിശുദ്ധ ശ്ലീവായുടെ ശക്തിയാൽ സത്യത്തിലും നീതിയിലും വ്യാപരിച്ച് ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തി നൽകി. കുരിശിൽ അഭിമാനം കൊള്ളുവാനും കുരിശിൻ്റെ വഴിയിൽ അങ്ങേ അനുഗമിക്കുവാനും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് ശ്ലീവായുടെ അടയാളം ധരിച്ചുകൊണ്ട് കുരിശിൽ അഭയം തേടിക്കൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാനും കർത്താവിന് ഉചിതനായ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.